ഹലോ മക്കളുമാരെ, നമുക്ക് ഊർമിള മാമിൻ്റെ പുളിശ്ശേരി വെച്ചാലോ? മാമ്പഴ പുളിശ്ശേരി. അപ്പം 3 മാങ്ങ ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ്, മാമ്പഴം എടുത്ത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അതിനകത്ത് അല്പം വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവട്ടെ. നല്ല വൃത്തിയായിട്ട് അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ലേശം ശർക്കര ഇട്ട് കൊടുക്കുക. നമുക്ക് ശർക്കര ഉരുക്കി വേണേൽ ഒഴിച്ചു കൊടുക്കുക. ഇതിന് അഴുക്കില്ലാത്ത ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് കുഴകുഴാന്നാവും. അപ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് 1 സ്പൂണ് നെയ്യ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ നെയ്യ് മാങ്ങായി കിടന്ന് നല്ലോണം വെന്ത് മാങ്ങയിലൊക്കെ അങ്ങ് പിടിച്ച് നല്ല മണം വരും. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങായും കുറച്ച് തൈരും 1 സ്പൂൺ മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച്, വേറെ ഒന്നും കടുകും ജീരകവും ഉലുവായും ഒന്നും അരച്ച് കൊടുക്കരുത്. ഇത് മാത്രം അരച്ച് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നല്ല കുഴാന്നിരിക്കും, നല്ല കുഴമ്പ് പോലെ. എന്നിട്ട് അതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് നെയ്ക്കകത്ത് മാത്രമേ കടുക് താളിക്കാവുള്ളൂ. വെളിച്ചെണ്ണയോ മറ്റുള്ളതൊന്നും ഉപയോഗിക്കരുത്. കടുക് താളിക്കാൻ നമ്മൾ കടുകും ഉലുവായും വറ്റൽമുളകും മാത്രമാണ് ഇടുന്നത്. ഞാൻ ലേശം കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതങ്ങോട്ട് കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഊർമിള മാമിൻ്റെ കറിയാണ്, നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.